ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. സ്റ്റേറ്റ് സിലബസിൻ്റെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 6 ഇന്ത്യ ദ ലാൻഡ് ഓഫ് സിന്തസിസ്. അതിൽ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ സൂഫീസ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ റിലേഷൻ എമംഗ് ഡിഫറെൻറ്റ് റിലീജിയൻസ് ഡ്യൂറിങ് ഡാഷ് ആൻഡ് ഡാഷ് പീരീഡ്. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് സൂഫീസ് പല മതങ്ങളുടെയും അവർ തമ്മിലുള്ള ബന്ധം നിലനിർത്തുവാനായിട്ട് സഹായിച്ചത്? അത് ആൻസർ സുൽത്താനേറ്റ് ആൻഡ് മുഗൾ. ഈ രണ്ട് കാലഘട്ടത്തിലാണ് ഈ സൂഫികൾ അവരുടെ പ്രചരണം നടത്തിയത്, മതങ്ങൾ സൗഹാർദ്ദത്തിൻ്റെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സൂഫി മൂവ്മെൻറ്റ്. അപ്പോൾ മിഡീവൽ പീരീഡിലെ സൂഫി മൂവ്മെൻറ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? The Sufis were those who showed reluctance to luxurious life. അപ്പോൾ സൂഫീസ് എന്ന് പറഞ്ഞാൽ അവർ ആർഭാട ജീവിതത്തിനോട് വിമുക്തി കാണിച്ചു. ആൻഡ് ഗീവ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രീഡോമിനൻസ് ടു സ്പിരിച്വൽ ലൈഫ്. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ സൂഫികൾ എന്താ ചെയ്തത്? ആർഭാട ജീവിതത്തിൽ നിന്ന് വിമുഖത കാണിക്കുകയും അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ സ്പിരിച്വൽ ലൈഫിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. ദേ കൺസിഡർ ഡിവോഷൻ ആസ് ദ മീൻസ് ടു റീച്ച് ക്ലോസ് ടു ഗോഡ്. അപ്പോൾ ദൈവത്തിനോട് അടുക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗം ഭക്തി മാർഗമാണ് എന്ന് അവർ കണക്കാക്കി. ദേ പ്രീച്ച് ടു റെസ്പെക്ട് ഓൾ ഹ്യൂമൻ ബീയിങ്. അവരെല്ലാ ജീവജാലങ്ങളോടും ബഹുമാനം പ്രചരിപ്പിച്ചു. അത് ബഹുമാനമുണ്ടാകണം, പരസ്പരം ചരാചരങ്ങളെയും സ്നേഹിക്കണം എന്ന് പ്രചരിപ്പിച്ചു. ദ സൂഫി സെയിൻറ്റ് വാസ് നോൺ ആസ് പിർ ഓർ ഷെയ്ഖ്, ആസ് ഹിസ് ഫോളോവേഴ്സ് നോൺ ആസ് മുറിത്ത്. അതായത് സൂഫി സന്യാസികളെ പിർ എന്നും ഷെയ്ഖ് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് സൂഫിയുടെ പിൻഗാമികളെ മുറിത്ത് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ സൂഫികളുടെ വീടുകളെ പറഞ്ഞത് ഖാൻഖാസ് എന്നാണ്. ദ റെസിഡൻസ് ഓഫ് ദ സൂഫീസ് ആർ നോൺ ആസ് ഖാൻഖാസ്. ദ ഡിവോഷണൽ സോങ് റിസൈറ്റഡ് ഇൻ ദ സൂഫി സെൻറ്റർ ആർ നോൺ ആസ് ഖവാലീസ്. അതുപോലെ തന്നെ സൂഫി സെൻറ്ററുകളിലൊക്കെ ഭക്തിഗാനങ്ങൾ പാടുന്നതിനെ ഖവാലീസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ടേബിളാണ്. അതിലെ കംപ്ലീറ്റ് ദ ടേബിൾ എന്നുള്ളതാണ് സൂഫി സെയിൻറ്റും അവരുടെ പ്ലേസും. ആദ്യത്തേത് കൊടുത്തിട്ടുണ്ട്, ബാബ ഫരീദ് അയോധ്യയാണ്. ഇനി മറ്റതെല്ലാം കൊടുത്തിരിക്കുന്നത് സയ്യിദ് മുഹമ്മദ് ജസുദാരാസ്, അതായത് ഗുൽബർഗ. അതുപോലെ തന്നെ ഷാ ആലം ബുഖാരി ഗുജറാത്താണ്. അതുപോലെ തന്നെ ബാഹുദ്ദീൻ സക്കറിയ, അത് മുൾട്ടാനിലെയാണ്. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രാവാർദി, ഇത് സത്തേറ്റിലാണ്. ഇനി ക്വസ്റ്റ്യൻ 4, ദ ഫീച്ചേഴ്സ് ഓഫ് ഏർലി ഭക്തി ട്രഡീഷൻ. അതായത് എന്തൊക്കെയാണ് ഭക്തി പാരമ്പര്യത്തിൻ്റെ സവിശേഷതകൾ? അതിലൊന്നാമത്തത്, ഇറ്റ് പ്രൊപ്പഗേറ്റേഴ്സ് വർ സെയിൻസ്. അതായത് ഭക്തി കവികൾ എന്നറിയപ്പെടുന്ന സെയിൻസുകളാണ്, സന്യാസികളാണ് ഇതിൻ്റെ ഭക്തി പാരമ്പര്യത്തിൻ്റെ പ്രചാരകർ. ഇവരെന്തൊക്കെയാണ് പ്രചരിപ്പിച്ചത്? ദേ ചലഞ്ച് ദ കൺസർവേറ്റീവ് ബ്രാഹ്മണിക് ട്രഡീഷൻ. ബ്രാഹ്മണ പാരമ്പര്യത്തെ ഇവർ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. പ്രൊവൈഡർ റെപ്രസെൻറ്റേഷൻ ടു ദ ലോവർ കാസ്റ്റ് ആൻഡ് വിമൻ. സ്ത്രീകൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ഇവരുടെ ഭക്തി കൾട്ടിലേക്ക് പ്രവേശനം അല്ലെങ്കിൽ പ്രാതിനിധ്യം നൽകി. റെൻഡേർഡ് കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് കൾച്ചർ ആൻഡ് മ്യൂസിക്. അതുപോലെ തന്നെ കൾച്ചർ, സംഗീതം എന്നീ മേഖലകളിലേക്ക് പല സംഭാവനകളും നടത്തി. ഇനി അടുത്തത് എന്താണ് വേർ വാസ് ദ ഭക്തി മൂവ്മെൻറ്റ് ഫസ്റ്റ്? എവിടെയാണ് ഭക്തി പ്രസ്ഥാനം ആദ്യം ആരംഭിച്ചത്? തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ഡിസ്കസ് ദ റോൾ പ്ലേഡ് ബൈ ആൾവാസ് ആൻഡ് നായനാസ് ഇൻ പ്രൊപ്പഗേറ്റിംഗ് ദ ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. അതായത് സൗത്ത് ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ വിഭാഗങ്ങളാണ് ആൾവാറും നായനാസും. അതായത് ഭക്തി മൂവ്മെൻറ്റ് തമിഴ്നാട്ടിലാണ് ആദ്യം ഉണ്ടായത് എന്ന് പറഞ്ഞു. ദിസ് മൂവ്മെൻറ്റ് വാസ് ലെഡ് ബൈ ദ ആൾവാസ് ആൻഡ് നായനാസ്. ആൾവാസ് എന്നൊരു വിഭാഗവും
നായനാസ് എന്ന മറ്റൊരു വിഭാഗവും, ഇവർ രണ്ടുപേരുമാണ് ഭക്തി പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ആൾവാസ് എന്ന് പറഞ്ഞാൽ വൈഷ്ണവ വിഷ്ണു ഭക്തന്മാരാണ്. അതുകൊണ്ട് ഇവരെ പറയുന്നത് ആൾവാസ് വേർ വൈഷ്ണവൈറ്റ്സ് എന്നാണ് പറയുന്നത്. വിഷ്ണു ഭഗവാനെ ഫോളോ ചെയ്യുന്ന ഭക്തരാണ് ആൾവാസ്. അതുപോലെ ശിവഭക്തന്മാരാണ് നായനാസ്. അപ്പോൾ ശിവനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ഭക്തിപ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുന്ന ആ ഗ്രൂപ്പിനെ നായനാസ് എന്നും, വിഷ്ണുവിനെ ആരാധിക്കുന്ന ഒരു വിഭാഗത്തെ ആൾവാസ് എന്നും വിളിക്കുന്നു. അങ്ങനെ രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടായത്, ആൾവാസ് ആൻഡ് നായനാസ്. ദേ കമ്പോസ്ഡ് ആൻഡ് പ്രൊപ്പഗേറ്റഡ് ഡിവോഷണൽ സോങ്. അവർ ഭക്തിഗാനങ്ങൾ ഉണ്ടാക്കുകയും കമ്പോസ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ബോത്ത് ദ ആൾവാസ് ആൻഡ് നായനാസ് ഒപ്പോസ്ഡ് കാസ്റ്റ് ഇൻഇക്വാളിറ്റീസ്. രണ്ട് വിഭാഗക്കാരും ആൾവാസും നായനാർസും രണ്ടുപേരും ജാതീയ അസമത്വങ്ങളെ എതിർത്തു. അതുപോലെ തന്നെ എമംഗ് ദം ദേവ് വിമൻ സെയിൻസ് ഓൾസോ. ഇവരുടെ കൂട്ടത്തിൽ സ്ത്രീ സന്യാസികളും ഉണ്ടായിരുന്നു. The woman saint Andal was one of the most famous Vaishnavite saint. അപ്പോൾ വൈഷ്ണവൈറ്റ് സെയിൻ്റ് ആണ്. വിഷ്ണു ഭക്തിയായിരുന്നു ആണ്ടാൾ, ഒരു സ്ത്രീ സന്യാസിയായിരുന്നു. അനദർ വുമൺ സെയിൻറ്റ് കാരക്കൽ അമ്മയാർ, അത് ശൈവ ഭക്തിയായിരുന്നു. ശൈവൈറ്റ് വിഭാഗത്തിലും ഒരു സ്ത്രീ സന്യാസി ഉണ്ടായിരുന്നു, കാരക്കാൽ അമ്മയാർ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ റോൾ ഓഫ് ഐഡിയ ഓഫ് കബീർ ഇൻ പ്രൊമോട്ടിംഗ് റിലീജിയസ് ഹാർമണി എമംഗ് ദ ഡിഫറെൻറ്റ് സെക്ഷൻ ഓഫ് പീപ്പിൾ. അപ്പോൾ കബീറിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ റോള് എന്താണ് റിലീജിയസ് ഹാർമണി, പല വിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്നത്, മതസൗഹാർദ്ദത്തോടെ നിർത്തുന്നതിൽ കബീറിൻ്റെ റോൾ എന്താണ്, പങ്കെന്താണ്? എ പാർട്ട് ഓഫ് ദ ദോഹ എന്ന് പറഞ്ഞാൽ കീർത്തനങ്ങൾ അല്ലെങ്കിൽ വരികളാണ്. എ പാർട്ട് ഓഫ് ദ ദോഹ ഓഫ് കബീർ ഹു വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇൻ ദ ഭക്തി മൂവ്മെൻറ്റ് ഈസ് ഗിവൺ എബോ. ഈരടികൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോ ഈരടികളിലും, കബീറിൻ്റെ ഓരോ ഈരടികളിലും അതിൽ കൂടുതലും കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ആ വരികളുടെ അർത്ഥം? ഹീ റിമൈൻഡ്സ് ദാറ്റ് ദ ഹിന്ദു ആൻഡ് മുസ്ലിംസ് ആർ ടു വെയർസ് മെയ്ഡ് ഔട്ട് ഓഫ് ദ സെയിം സോയിൽ. അദ്ദേഹം പറയുന്നത് ഒരു മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും. അതായത് രണ്ടുപേരും ഒന്നാണ്, രൂപങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ എന്നും അർത്ഥം. ആൻഡ് ഹീ ട്രൈ ടു പ്രൊമോട്ട് ബ്രദർഹുഡ് ബിറ്റ്വീൻ ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം. അതായത് ദൈവത്തിൻ്റെ അംശങ്ങൾ തന്നെയാണ് ഹൈന്ദവരും ഇസ്ലാം മതക്കാരുമെന്ന് അർത്ഥം. അപ്പോൾ ഇത് സാഹോദര്യം അദ്ദേഹത്തിൻ്റെ ഈരടികളിലൂടെ വ്യക്തമാക്കിയത് മതസൗഹാർദ്ദവും അതുപോലെ തന്നെ സാഹോദര്യവുമാണ്, എല്ലാവരും സഹോദരന്മാരാണ് എന്നുള്ളതാണ്. ദ എയിം ഓഫ് കബീർ വാസ് ടു പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ ഓഫ് ലവ് യുണൈറ്റിംഗ് പീപ്പിൾ ഓഫ് ഓൾ കാസ്റ്റ് ആൻഡ് റിലീജിയൻ. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? കബീറിൻ്റെ ഒരു മതം പ്രചരിപ്പിക്കുക, സ്നേഹത്തിൻ്റെ മതം, അതിൽ എല്ലാ ജാതിക്കാരും എല്ലാ മതസ്ഥരും ഉൾപ്പെടുന്ന ഒരു സ്നേഹത്തിൻ്റെ മതം പ്രചരിപ്പിക്കുക എന്നാണ്. ഹി സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ഓൾ ഡിസ്ക്രിമിനേഷൻ. എല്ലാവിധ വേർതിരിവുകളും, ജാതീയ വേർതിരിവ്, മതവേർതിരിവ്, ധനികർ ദരിദ്രർ എന്ന വേർതിരിവ്, കുടുംബക്കാർ തമ്മിലുള്ള വേർതിരിവ്, ധനികർ ദരിദ്രർ എന്നുള്ള എല്ലാത്തരം വേർതിരിവുകളും അദ്ദേഹം എതിർത്തു. ഹി സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ഓൾ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, ക്ലാസ്, ഫാമിലി ആൻഡ് വെൽത്ത്. അതുപോലെ അദ്ദേഹം മനുഷ്യത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഹി ഫോക്കസ്ഡ് ഓൺ ദ യൂണിറ്റി ഓഫ് ഹ്യൂമാനിറ്റി. അതായത് മാനവമതം അല്ലെങ്കിൽ മനുഷ്യർ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ആൻഡ് ഒപ്പോസ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് അൺടച്ചബിലിറ്റി. അയിത്ത ആചരണത്തെയും ജാതി വ്യവസ്ഥയെയും അദ്ദേഹം കബീർ എതിർത്തു. അതുപോലെ തന്നെ കബീർ വിഗ്രഹ ആരാധനയെ എതിർക്കുകയുണ്ടായി. ഹി റിജക്റ്റഡ് ഐഡൽ വർഷിപ്പ്. അതുപോലെ തന്നെ തീർത്ഥാടനങ്ങളെ, പിൽഗ്രിമേജസ് ആൻഡ് ബാത്ത്സ് ഇൻ ഹോളി റിവേഴ്സ്, അതായത് പുണ്യനദിയിൽ ഉള്ള സ്നാനത്തിന്, ഇതിനെയൊക്കെ അദ്ദേഹം എതിർത്തു. ഹി വാസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ഫോർസേക്കിംഗ് ഫാമിലി ലൈഫ് ഫോർ ആക്സെപ്റ്റിംഗ് സെയിൻറ്റ്ഹുഡ്. അദ്ദേഹം പറഞ്ഞു, സന്യാസിയാകണമെങ്കിൽ കുടുംബജീവിതം മാറ്റിവെക്കേണ്ടതില്ല, വിവാഹം കഴിച്ചാലും നല്ല രീതിയിൽ
മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. The ideas of Kabir developed through discussions and deliberation on the basis of Bhakti, സൂഫി ട്രഡീഷൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഡിസ്കഷനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുമൊക്കെ വെളിപാടുകളൊക്കെ ഭക്തി സൂഫി ട്രഡീഷൻ അടിസ്ഥാനത്തിലാക്കിയാണ്. ഇനി ഏതൊക്കെയാണ് ഭക്തി മൂവ്മെൻറ്റിലെ പ്രധാനപ്പെട്ട സ്ത്രീ സാന്നിധ്യം? ഏതൊക്കെയാണ് സ്ത്രീ സന്യാസികൾ അല്ലെങ്കിൽ സന്യാസികൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. നെയിം ദ വിമൻ ഹൂ വർ ആക്റ്റീവ് ഇൻ ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചത് ആരൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ടവരാണ് മീരാബായി, ലാൽ ദത്ത്, അതുപോലെ തന്നെ ബഹിനാബായി, അക്ക മഹാദേവി. 4 പേരുടെയും പേര് നന്നായിട്ട് പഠിക്കണം. ഇനി ഗുരുനാനാക്കിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഗുരുനാനാക്ക് എന്ന് പറഞ്ഞാൽ ഹി വാസ് അനദർ പ്രിസെപ്റ്റർ ഹു ഫോക്കസ് ഓൺ ദ ഐഡിയ ഓഫ് മോണോതെയിസം. മോണോതെയിസം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം. അപ്പോൾ ഗുരുനാനാക്കിൻ്റെ പ്രധാന ആശയമാണ് ഏകദൈവ വിശ്വാസം. ഹി ട്രൈ ടു കമ്പൈൻ ദ ഐഡിയാസ് ഓഫ് ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം. ഇസ്ലാം മതത്തിൻ്റെയും ഹൈന്ദവ മതത്തിൻ്റെയും ആശയങ്ങളെ അദ്ദേഹം യോജിപ്പിച്ചു. ഹി വാസ് എ സ്പോക്സ്മാൻ ഓഫ് ദ ഐഡിയൽസ് ഓഫ് റിലീജിയസ് ടോളറൻസ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അദ്ദേഹം ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ സർവ്വലോക സാഹോദര്യം എന്നീ ആശയങ്ങളുടെ ഒരു വക്താവായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹവും ഹിന്ദു മതത്തിലെ ഇസ്ലാം മതത്തിലെയും പല ആചാരങ്ങളെയും ഒക്കെ എതിർക്കുകയുണ്ടായി. ഹി ഒപ്പോസ് ദ റിച്വൽസ് ഓഫ് ബോത്ത് ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം. ഹി സെഡ് ദാറ്റ് വൺ ഹാസ് ടു മെയിൻറ്റെയിൻ പ്യൂരിറ്റി ഇൻ ക്യാരക്ടർ. അതായത് ഒരു വ്യക്തി തങ്ങളുടെ സ്വഭാവത്തിൽ ശുദ്ധത പാലിച്ചാൽ മതി, അതുപോലെ പെരുമാറ്റത്തിലും നന്മയുണ്ടായാൽ മതി ദൈവത്തിലേക്ക് എത്താൻ. ഹി സെഡ് ദാറ്റ് വൺ ഹാസ് ടു മെയിൻറ്റെയിൻ പ്യൂരിറ്റി ഇൻ ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ ടു റീച്ച് ഗോഡ്. അല്ലാതെ പിൽഗ്രിമേജ് അങ്ങനെയുള്ള കാര്യങ്ങളോ റൈറ്റ്സോ ആചാരങ്ങളോ ഒന്നും ആവശ്യമില്ല. മനസ്സും സ്വഭാവവും ശുദ്ധമാക്കി വെച്ചാൽ ദൈവത്തിലെത്താം. ഹി ഒപ്പോസ് ഐഡൽ വേർഷിപ്പ് ആൻഡ് പിൽഗ്രിമേജസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെയും തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതും ഒക്കെ അദ്ദേഹം എതിർത്തു. ഹി പ്രൊമോട്ടഡ് എ മിഡിൽ പാത്ത് വിച്ച് പെർമിറ്റഡ് സ്പിരിച്വൽ ലൈഫ് എലോങ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഹൗസ് ഹോൾഡർ. അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ ആത്മീയതയും വേണം, അതുപോലെ ഒരു ഗൃഹസ്ഥൻ്റെ ഹൗസ് ഹോൾഡറിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തുകൊണ്ടുള്ള ഒരു മധ്യ രീതി അല്ലെങ്കിൽ അതിന് നടുക്കുള്ള ഒരു വഴിയാണ് പ്രൊമോട്ട് ചെയ്തത്. ദ പ്രെയർ സോങ് വാസ് ഷാബാദ്. ഇദ്ദേഹത്തിൻ്റെ പ്രെയർ സോങ്ങിനെ പറയുന്ന ഷാബാദ് എന്നാണ്. വേർ കോൺട്രിബ്യൂഷൻ ഓഫ് ഗുരുനാനാക്കിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ഷാബാദ്. ഹി സ്ട്രോങ്ലി ഒപ്പൈൻഡ് ദാറ്റ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ഈക്വൽ. എല്ലാ മനുഷ്യരും തുല്യരാണ്. അവിടെ ജാതീയ വേർതിരിവോ സ്ത്രീ പുരുഷ വ്യത്യാസമോ ഒന്നും തന്നെയില്ല. ആൻഡ് ഹെൻസ് ദർ ഇസ് നോ നീഡ് ഫോർ കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻ എമംഗ്. ഇദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തെ വളരെ ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത്. ഹി ഇൻസ്ട്രക്റ്റഡ് ഹിസ് ഫോളോവേഴ്സ് ടു ഹാവ് ഫുഡ് ഫ്രം കോമൺ കിച്ചൺ. ലങ്കർ എന്ന പേര് നൽകിയ ഒരു പൊതു അടുക്കളയിൽ നിന്ന് എല്ലാവരോടും ജാതി ഭേദമന്യേ എല്ലാവർക്കും ഭക്ഷണം അദ്ദേഹം കഴിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഹി ഓൾസോ ഇൻസ്ട്രക്റ്റഡ് ദാറ്റ് ദ പീപ്പിൾ ഫ്രം ഓൾ കാസ്റ്റ് കുഡ് ടേക്ക് ഫുഡ് ഫ്രം ലങ്കം. എല്ലാ ജാതിക്കാർക്കും, അവിടെ ജാതി വിവേചനമൊന്നുമില്ല, എല്ലാവർക്കും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് അദ്ദേഹം ഇൻസ്ട്രക്റ്റ് ചെയ്തു. ദ ഐഡിയാസ് ഓഫ് നാനാക്ക് ലേറ്റർ ലെഡ് ടു ദ എമർജൻസ് ഓഫ് സിഖിസം. ഈ ഗുരുനാനാക്കിൻ്റെ ആശയങ്ങളാണ് പിന്നീട് സിഖ് മതത്തിന് കാരണമായത്. അപ്പോൾ ഗുരുനാനാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഒട്ടും തന്നെ വിടാതെ എഴുതണം. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഭക്തി മൂവ്മെൻറ്റിൽ സംഭവിച്ചത്? വാട്ട് ആർ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ ഭക്തി മൂവ്മെൻറ്റ്? ഭക്തി മൂവ്മെൻറ്റ് മൂലം സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്? ഈവൻ ദോ ദ ഭക്തി മൂവ്മെൻറ്റ് ഇവോൾവ് വിത്ത് ദ എയിം ഓഫ് ഡെഡിക്കേഷൻ ടു ഗോഡ്, ഇറ്റ് ക്രിയേറ്റഡ് സർട്ടൻ ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. അതായത് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി. ഇത് ഒരു ഭക്തി മാർഗമാണ് ഭക്തി മൂവ്മെൻറ്റ് എങ്കിൽ പോലും ദ പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് ഭക്തി കൾട്ട് ത്രൂ ദെയർ വേർഡ്സ് ആൻഡ് സോങ്സ് മെയിൻറ്റെയിൻ ദറ്റ് എവരി വൺ വാസ് ഈക്വൽ. ഇവിടെ ദൈവത്തിൻ്റെ മുന്നിൽ
എല്ലാവരും തുല്യരാണ് എന്നാണ് ഭക്തി പ്രസ്ഥാനം അവരുടെ വാക്കുകളിലൂടെ, ആശയങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ദിസ് സ്ട്രെങ്തൻ ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഈക്വാളിറ്റി. അതായത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെ, അതായത് ജാതീയ വേർതിരിവുകൾക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു ഭക്തി പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഈക്വാളിറ്റി, സാമൂഹ്യ സമത്വം എന്ന ആശയം ഇവർ പ്രചരിപ്പിച്ചു. സാമൂഹ്യ സമത്വം മാത്രമല്ല, ജെൻഡർ ഈക്വാളിറ്റിയും ഇവർ പ്രോത്സാഹിപ്പിച്ചു. ദ ഐഡിയ ഓഫ് ജെൻഡർ ഈക്വാളിറ്റി ഓൾസോ ബിഗാൻ ടു ടേക്ക് ഷേപ്പ്. ഇപ്പോൾ ഇവർ സ്ത്രീകൾക്കും പുരുഷർക്കും ഈക്വൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു ആശയവും ജനങ്ങൾക്കിടയിലെത്തി. ദ ഐഡിയ ഓഫ് സോഷ്യൽ ഈക്വാളിറ്റി ഗോട്ട് വൈഡ് പോപ്പുലാരിറ്റി സിൻസ് ദ മൂവ്മെൻറ്റ് വാസ് ലെഡ് ബൈ ലോ കാസ്റ്റ് പീപ്പിൾ ലൈക്ക്, അതായത് താഴ്ന്ന ജാതിയിലെ ആളുകളും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നതുകൊണ്ട് ഇവിടെ സോഷ്യൽ ഈക്വാളിറ്റി എന്ന ആശയം പ്രചരിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ താഴ്ന്ന ജാതിയിലെ ആൾക്കാരെ തിരുപ്പൻ, ആൾവാർ, കബീർ ആൻഡ് ലാൽദൻ, ഇവരൊക്കെ താഴ്ന്ന ജാതിയിലെ ആൾക്കാരായിരുന്നു. ഇതുകൂടാതെ മറ്റൊരു ഇവിടെ ഒരു പ്രോഗ്രസ് സോഷ്യൽ സിസ്റ്റത്തിലുണ്ടായത് പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം വന്നു. അപ്പോൾ പ്രാദേശിക ഭാഷയിലാണ് ഭക്തി പ്രസ്ഥാനം ഗാനങ്ങളും കീർത്തനങ്ങളും ഒക്കെ പറഞ്ഞത്. റീജിയണൽ ലാംഗ്വേജ് ഡെവലപ്പ്. അതുപോലെ തന്നെ തിന്മകളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈവിൾ പ്രാക്ടീസസ് വെർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നിങ്ങളിതിൽ കൊടുക്കേണ്ടത്. ഇനി കണ്ടക്ട് എ സെമിനാർ ഓൺ ദ ടോപ്പിക് ഓഫ് കൾച്ചറൽ ലൈഫ് ഓഫ് മിഡീവൽ ഇന്ത്യ. അപ്പോൾ കൾച്ചറൽ ലൈഫ് എങ്ങനെയാണ്, ഒരു സാംസ്കാരിക ജീവിതം, അതിനെക്കുറിച്ച് മിഡീവൽ ഇന്ത്യയിലെ അതിനെക്കുറിച്ചൊരു ടോപ്പിക്ക് സെമിനാർ കണ്ടക്ട് ചെയ്യുക. അതിൽ കവർ ചെയ്യേണ്ട ടോപ്പിക്കും തന്നിട്ടുണ്ട്. പ്രാദേശിക ഭാഷ, അതുപോലെ തന്നെ മ്യൂസിക്, പെയിൻറ്റിങ് ആൻഡ് ആർക്കിടെക്ചർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജ്. അതായത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും സൂഫി പ്രസ്ഥാനത്തിൻ്റെയും പ്രൊപ്പഗേറ്റേഴ്സ് പ്രചാരകർ അവർ കൊണ്ടുവന്നത്, അവരുടെ ആശയങ്ങളെല്ലാം അവർ പ്രചരിപ്പിച്ചത് വെർണാക്കുലർ ലാംഗ്വേജ്, അതായത് പ്രാദേശിക ഭാഷയിലായിരുന്നു. ദ പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് ഭക്തി സൂഫി മൂവ്മെൻറ്റ് സ്പ്രെഡ് ദെയർ ഐഡിയാസ് ത്രൂ ദെയർ വെർണാക്കുലർ ലാംഗ്വേജ്, അതായത് അവരുടെ റീജിയണൽ ഭാഷകളിലൂടെ. ദിസ് വാസ് ടു എനേബിൾ ദ കോമൺ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദം. അവരെന്താ പറയുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രാദേശിക ഭാഷ വേണം. അതുകൊണ്ട് ദിസ് വാസ് ടു എനേബിൾ ദ കോമൺ പീപ്പിൾ, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവർ പ്രാദേശിക ഭാഷയിലെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ദിസ് റിസൾട്ടഡ് ഇൻ ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജ്. അപ്പം ഇതിങ്ങനെ വന്നപ്പോൾ പ്രാദേശിക ഭാഷയ്ക്ക് ഒരു വളർച്ച സംഭവിച്ചു. അങ്ങനെ വന്നപ്പോൾ 2 ഫോംസ് ഓഫ് ഹിന്ദി, ബ്രാജ്, അതായത് ആവദ്ലി, അതുപോലെ ആവതി, ഈ 2 ഭാഷ ഇവിടെ ബ്രാജ് ആൻഡ് ആവതി ഇതാണ് സ്പോക്കൺ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. മെനി ലാംഗ്വേജസ് സച്ചസ് പഞ്ചാബി, കന്നഡ, തെലുങ്കു, ഒറിയ, ആസാമീസ്, മറാഠി, ബംഗാളി, സിന്ധി ആൻഡ് മലയാളം ഇതും ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രചാരത്തിൽ വന്നു. അതിനു മുമ്പ് സംസ്കൃത ഭാഷയ്ക്കായിരുന്നു കൂടുതൽ പ്രചാരമുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെയുള്ള ലോക്കൽ ഭാഷകൾക്ക് കൂടുതൽ പ്രോഗ്രസ് വന്നു. ഇൻ ഓൾമോസ്റ്റ് ഓൾ പാർട്ട് ഓഫ് ദ കൺട്രി പേർഷ്യൻ വാസ് ദ കോർട്ട് ലാംഗ്വേജ്. അതായത് മിഡീവൽ കാലഘട്ടത്തിലെ പേർഷ്യൻ ആയിരുന്നു കോർട്ട് ലാംഗ്വേജ്, അതായത് കോടതിയിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ പേർഷ്യൻ ആയിരുന്നു. ഹെൻസ് മെനി പേർഷ്യൻ വേർഡ്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ മെനി റീജിയണൽ ലാംഗ്വേജ്. അപ്പോൾ പ്രാദേശിക ഭാഷയിലും പേർഷ്യൻ വാക്കുകൾ കലർന്നു വന്നു. ഔട്ട് ഓഫ് ദി റിലേഷൻഷിപ്പ് വിത്ത് പേർഷ്യൻ ആൻഡ് ഹിന്ദി. അപ്പോൾ ഒരു പേർഷ്യനും ഹിന്ദിയും തമ്മിലൊരു യോജിച്ചു വന്നു, ഒരു പുതിയ ഭാഷയുണ്ടായി. അങ്ങനെ വന്നതാണ് ഉറുദു. അപ്പോൾ പേർഷ്യൻ പ്ലസ് ഹിന്ദി ഈക്വൽ ടു ഉറുദു. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഉറുദു ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് കൾച്ചറൽ സിന്തസിസ് ഓഫ് ഇന്ത്യ. അതായത് ഒരു സാംസ്കാരിക സംയോജനത്തിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഉറുദു ഭാഷ എന്ന് പറയുന്നത്. പേർഷ്യൻ ഭാഷയും ഹിന്ദി ഭാഷയും തമ്മിലുള്ള സംയോജനം. ഉറുദു എന്ന് പറഞ്ഞാൽ ഡെക്കാനിലൊക്കെ സംസാരിച്ചിരുന്നു. ഉറുദു വിച്ച് വാസ് സ്പോക്കൺ ഇൻ ഡെക്കാൻ വാസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ലാംഗ്വേജ് സച്ച് ആസ് തെലുങ്കു ആൻഡ് മറാഠി. അതുപോലെ തന്നെ തെലുങ്കുവും മറാഠിയും ഒക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. ഗ്രാജുവലി ഉറുദു ബിക്കെയിം ദ മോസ്റ്റ് പോപ്പുലർ സ്പോക്കൺ ലാംഗ്വേജ് ഓഫ് ദ ടൗൺ. അപ്പോൾ ഉറുദുവാണ്
പിന്നീട് ആളുകൾ സംസാരിക്കാൻ ഉപയോഗിച്ചിരുന്ന മറ്റൊരു പ്രധാന ഭാഷ. ഓൺ ദ വെസ്റ്റേൺ കോസ്റ്റ് മേർച്ചൻ്റ് യൂസ്ഡ് അറബിക്. അപ്പോൾ ഒരു പാശ്ചാത്യ തീരപ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന കച്ചവടക്കാർ അറബിക് ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. സൂൺ ഇറ്റ് ബിഗാൻ ടു ഇൻഫ്ലുവൻസ് ദ റീജിയണൽ ലാംഗ്വേജ് ഓഫ് ദാറ്റ് ഏരിയ. ആ പ്രദേശത്തെ പ്രാദേശിക ഭാഷയായി മാറി അറബിക്. ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് അറബിക് ലാംഗ്വേജ് എ ന്യൂ മിക്സഡ് ഡയലക്റ്റ്, അവിടെ വന്നു അറബിയും മലയാളവും ചേർന്നുള്ള ഒരു ഭാഷ കേരളത്തിൽ നിലവിൽ വന്നു. അതുപോലെ തന്നെ അക്കാലത്ത് മിഡിൽ ഏജസിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് സാൻസ്ക്രിറ്റ്. സാൻസ്ക്രിറ്റ് വാസ് യൂസ്ഡ് ഇൻ ദ കോർട്ട് ഓഫ് വിജയനഗര. അതായത് ഫെസ്റ്റീവ് ഒക്കേഷനിലെ കാര്യങ്ങൾ വിളംബരം ചെയ്യുന്നതും അക്കാലത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞിരുന്നതും ഒക്കെ സംസ്കൃതത്തിലായിരുന്നു. അപ്പോൾ കോർട്ട് ലാംഗ്വേജ് ആയിട്ട് വിജയനഗര സൊസൈറ്റിയിൽ, വിജയനഗര സാമ്രാജ്യത്തിൽ ഉപയോഗിച്ചിരുന്നത് സംസ്കൃതമായിരുന്നു. അപ്പോൾ ഹയർ എഡ്യൂക്കേഷന് യൂസ് ചെയ്തിരുന്ന, അതായത് ഉപരിപഠനത്തിന് ഉപയോഗിച്ചിരുന്ന മാധ്യമം സംസ്കൃതമായിരുന്നു. ദ പോപ്പുലർ ലിറ്ററേച്ചർ ഓഫ് സാൻസ്ക്രിറ്റ് സച്ചസ് ദ പുരാണാസ്, രാമായണ ആൻഡ് മഹാഭാരത വെർ അവൈലബിൾ ഇൻ ദ റീജിയണൽ ലാംഗ്വേജ്. അപ്പം സംസ്കൃതത്തിലുണ്ടായിരുന്ന പുരാണങ്ങളും രാമായണവും മഹാഭാരതവും ഒക്കെ റീജിയണൽ ലാംഗ്വേജിലും ലഭ്യമായി തുടങ്ങി. പേർഷ്യൻ ലിറ്ററേച്ചർ ഇൻഫ്ലുവൻസ് സം പോയറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ് ഓഫ് ദ പീരീഡ്. അതുപോലെ തന്നെ എഴുത്തുകാരെയും കവികളെയും എല്ലാം തന്നെ പേർഷ്യൻ സാഹിത്യവും സ്വാധീനിച്ചു. ദ മോസ്റ്റ് നോട്ടബിൾ പേർഷ്യൻ റൈറ്റർ ഓഫ് ദ പീരീഡ് വാസ് അമീർ ഖുസ്രു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയ റൈറ്ററാണ്, പേർഷ്യൻ റൈറ്ററാണ് അമീർ ഖുസ്രു. ഹിസ് ലവ് ടുവേർഡ്സ് ഇന്ത്യ ആൻഡ് ദ പ്രൈഡ് ഓഫ് ബീയിങ് ആൻ ഇന്ത്യൻ ഈസ് ക്ലിയർലി റിവീൽഡ് ത്രൂ ദ കണ്ടന്റ് ഓഫ് ഹിസ് വർക്ക്. അദ്ദേഹം അഭിമാനത്തോടെ താനൊരു ഇന്ത്യക്കാരനാണെന്നും തൻ്റെ രാജ്യം, ഇന്ത്യയോടുള്ള സ്നേഹവും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കിൽ, അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വെളിപ്പെടുത്താറുണ്ട്. During this period, a large number of Indian works were translated into Persian language. അതായത് ഇന്ത്യൻ വർക്ക്സ്, സംസ്കൃതത്തിലുണ്ടായിരുന്ന പല ഇന്ത്യൻ വർക്ക്സും പേർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു. രാമായണ, മഹാഭാരത, അഥർവവേദ, ഉപനിഷത്ത് ഇതൊക്കെ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്ത കൃതികളാണ്. ദ ഹിസ്റ്റോറിക് ക്രോണിക്കൽ ഓഫ് ഹൽഘണ, രാജതരംഗിണി വാസ് ട്രാൻസ്ലേറ്റഡ്. അതായത് രാജതരംഗിണി എന്ന് പറയുന്നത് കൽഹണയുടെ ട്രാൻസ്ലേറ്റ് ചെയ്തത് പേർഷ്യനിലേക്ക് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് കാശ്മീർ ഹിം. അതായത് കാശ്മീർ രാജാവിൻ്റെ കാലത്താണ് രാജതരംഗിണി പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഷെയ്ൻ ഉൽ അബീൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ ഹിന്ദിക്ക് വളരെയധികം പ്രചാരം കിട്ടി. ഹിന്ദി റിസീവ് ട്രമെൻഡസ് ഇംപെറ്റസ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. പിന്നെ മറ്റ് രണ്ട് പേരാണ് ഹിന്ദിക്ക് കൂടുതൽ ഹിന്ദിയിൽ മോറൽ അഡ്വൈസ് നൽകിയത് രാമാനന്ദ കബീർ. അവരാണ് ഹിന്ദിയിൽ കൂടുതൽ ദോഹ ഒക്കെ എഴുതിയത്, ഈരടികളൊക്കെ എഴുതിയത്. ദ ദോഹാസ് ഓഫ് കബീർ വേ ദ ഫൈനസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ. അപ്പോൾ ഹിന്ദി സാഹിത്യത്തിന് വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയതാണ് കബീർ. അതുപോലെ സുർസാഗർ ഓഫ് സുർദാസിൻ്റെ സുർസാഗർ, അതുപോലെ തന്നെ തുളസീദാസിൻ്റെ രാമചരിതമാനസ്, അതുപോലെ ഭജൻസ് ഓഫ് മീരാബായി, അതുപോലെ തന്നെ പത്മാവതി ഓഫ് മാലിക് മുഹമ്മദ് ജയസി എൻറിച്ച് ദ ഹിന്ദി ലാംഗ്വേജ്. അപ്പോൾ ഇതൊക്കെ ഹിന്ദി ഭാഷയ്ക്ക് വളരെയധികം പ്രോത്സാഹനവും അല്ലെങ്കിൽ പരിപോഷിപ്പിക്കാൻ സഹായിച്ച കാര്യങ്ങളാണ്. ഇനി മ്യൂസിക് എങ്ങനെയാണ്, ഭക്തി മൂവ്മെൻറ്റും മ്യൂസിക്കും തമ്മിലുള്ള ബന്ധം, ഭക്തി മൂവ്മെൻറ്റ് മ്യൂസിക് രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു? ഇറ്റ് വാസ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ് ദാറ്റ് മ്യൂസിക് വാസ് എൻറിച്ച്ഡ് വിത്ത് ഡിഫറെൻറ്റ് ഫോംസ്. അതുപോലെ സാഹിത്യം മാത്രമല്ല, ഭാഷ മാത്രമല്ല, സംഗീതത്തിലും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നു. കൺസിഡറബിൾ പ്രോഗ്രസ് വാസ് അറ്റൈൻഡ് ബൈ ദ കർണാട്ടിക് മ്യൂസിക്, ദ മ്യൂസിക്കൽ സ്റ്റൈൽ ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായി കർണാട്ടിക് മ്യൂസിക്കിലൂടെ. ദ ഫേമസ് കർണാട്ടിക് മ്യൂസീഷ്യൻ ഓഫ് ദാറ്റ് പീരീഡ് നായിക് ഗോപാൽ ആയിരുന്നു കർണാടക മ്യൂസിക്കിലെ വളരെയധികം പ്രസിദ്ധനായ മ്യൂസീഷ്യൻ. എ ലാർജ് നമ്പർ ഓഫ് മ്യൂസീഷ്യൻ മൈഗ്രേറ്റഡ് ഫ്രം ഡെക്കാൻ ടു നോർത്ത് ഇന്ത്യ. ഈ കാലഘട്ടത്തിൽ ഡെക്കാനിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് ഈ മിഡീവൽ കാലഘട്ടത്തിൽ ഒരുപാട് മ്യൂസീഷ്യൻസുമാർ മൈഗ്രേറ്റ് ചെയ്തു.
സംഗീതജ്ഞന്മാർ മൈഗ്രേറ്റ് ചെയ്തു. ഡ്യൂറിങ് ദ സെയിം പീരീഡ് ന്യൂ മ്യൂസിക് സ്റ്റൈൽ ഇവോൾവ്ഡ് ഇൻ നോർത്ത് ഇന്ത്യ. അതായത് പേർഷ്യൻ മ്യൂസിക്കുമായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പുതിയ ഒരു മ്യൂസിക് സ്റ്റൈല് വന്നു. ഇറ്റ് കെയിം ടു ബി നോൺ ആസ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. അപ്പോൾ പേർഷ്യൻ പ്ലസ് ഹിന്ദി മ്യൂസിക് തമ്മിൽ മേർജ് ചെയ്താണ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഉണ്ടായത്. ഇനി അതുപോലെ അമീർ ഖുസ്രു, അത് സുൽത്താനേറ്റ് പീരീഡിൽ ജീവിച്ചിരുന്ന ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യനാണ്. അമീർ ഖുസ്രു, ഹു ലീവ്ഡ് ഇൻ സുൽത്താനേറ്റ് പീരീഡ്, വാസ് വൺ ഓഫ് ദ ഫേമസ് സുൽത്താനേറ്റ് മ്യൂസീഷ്യൻ. വീണ്ടും സുൽത്താനേറ്റ് പീരീഡ് എന്ന് പറയേണ്ട കാര്യമില്ല, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. അമീർ ഖുസ്രു റിസീവ്ഡ് ട്രെയിനിങ് ഇൻ ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ഓഫ് ഇന്ത്യൻ മ്യൂസിക് ഫ്രം കർണാട്ടിക് മ്യൂസീഷ്യൻ നായിക് ഗോപാൽ. അതായത് അമീർ ഖുസ്രുവിന് കൂടുതൽ ട്രെയിനിങ് ലഭിച്ചു ഇന്ത്യൻ മ്യൂസിക്കിൽ. അത് കൂടുതലും നായിക് ഗോപാൽ കർണാട്ടിക് മ്യൂസീഷ്യനിൽ നിന്നാണ്. ദ മിഡീവൽ റൂളേഴ്സ് വെർ പേട്രൺസ് ഓഫ് ദിസ് കാറ്റഗറി ഓഫ് മ്യൂസിക്. അപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി മിഡീവൽ റൂളേഴ്സ്, അക്കാലത്തിരുന്ന രാജാക്കന്മാർ. ന്യൂ ഫോംസ് ഓഫ് മ്യൂസിക് എമേർജ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ പുതിയ ഫോം ഓഫ് മ്യൂസിക് ഉണ്ടായി. ദ ടെക്നിക് ഓഫ് പേർഷ്യ വെർ എക്സ്പെരിമെൻറ്റഡ് ഇൻ ഇന്ത്യൻ മ്യൂസിക്. അതായത് പേർഷ്യൻ മ്യൂസിക്കൽ ടെക്നിക്ക് ഇന്ത്യൻ മ്യൂസിക്കിൽ ഉപയോഗിച്ചിട്ടാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഉണ്ടായത്. അതുപോലെ സിംഗിങ് സ്റ്റൈലും വ്യത്യാസങ്ങൾ ചിലതൊക്കെ വന്നു. സച്ചാസ് ഖയാൽ ആൻഡ് തുമ്രി. ഇത് രണ്ടും ഒരു വ്യത്യസ്തമായ ടെക്നിക്കാണ്, പേർഷ്യൻ ടെക്നിക്കാണ് ഇന്ത്യൻ മ്യൂസിക്കിൽ ഉപയോഗിച്ചത്. മെനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. അതുപോലെ പേർഷ്യരുടെ ഇൻഫ്ലുവൻസോടെ ഒത്തിരി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും പോപ്പുലറായിരുന്നു. സിത്താർ, സാരംഗി, തബല. അപ്പോൾ ഈ 3 ഇൻസ്ട്രുമെൻ്റാണ് ഇവിടെ വളരെ പോപ്പുലറായിട്ട് ഈ കാലഘട്ടത്തിൽ മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്നത്. ദ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് സം സൂഫീസ് ഇൻ സിംഗിങ് ഓൾസോ വെർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. അതായത് ഇത് ഉപയോഗിച്ചിട്ടാണ് സൂഫീസിൻ്റെ പല ഗാനങ്ങളും, അതുകൊണ്ടാണ് ഇത് വളരെയധികം പ്രചാരത്തിൽ വന്നത്. ഇറ്റ് വാസ് ത്രൂ ദ സൂഫി സെയിൻസ് ദാറ്റ് ഖയാൽ ആൻഡ് ഖസൽ ബിക്കെയിം വൈഡ് സ്പ്രെഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഖയാൽ എന്ന് പറയുന്ന സംഗീതവും ഖസൽ എന്ന് പറയുന്ന സംഗീതവും ഇന്ത്യയിൽ പോപ്പുലറായത് സൂഫി സന്യാസികളിലൂടെയാണ്. ദ മ്യൂസിക്കൽ വർക്ക് ഓഫ് സാൻസ്ക്രിറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ. അപ്പോൾ സംസ്കൃതത്തിലെ മ്യൂസിക്കൽ വർക്ക് പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഈ കാലഘട്ടത്തിലാണ്. ദ വർക്ക് ഓൺ മ്യൂസിക് രാഗ് ദർപ്പൻ വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിങ് ദ റിജിം ഓഫ് ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിലാണ് രാഗ് ദർപ്പൺ അത് പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുപോലെ ചക്രവർത്തി അക്ബറിൻ്റെ കാലഘട്ടത്ത് അദ്ദേഹവും വളരെയധികം മ്യൂസിക് ലവറാണ്, ഗ്രേറ്റ് ലവർ ഓഫ് മ്യൂസിക്കാണ് എംപറർ അക്ബർ. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മ്യൂസീഷ്യന്മാരിൽ ഒരാളാണ് അബ്ദുൽ ഫസൽ. അബ്ദുൽ ഫസൽ എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നത് 36 മ്യൂസീഷ്യൻസ് അക്ബറിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു എന്ന് അബ്ദുൽ ഫസൽ പറയുന്നു കേട്ടോ. അബ്ദുൽ ഫസൽ അല്ല മ്യൂസീഷ്യൻ. അബ്ദുൽ ഫസൽ പറയുന്നത് 36 മ്യൂസീഷ്യൻസ് അക്ബറിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അതിൽ ഫേമസ് ആരായിരുന്നു? താൻസൻ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ മോസ്റ്റ് ഫേമസ് എമംഗ് ദൻ വാസ് താൻസൻ. അതുപോലെ തന്നെ ദർബാർ രാഖ വിച്ച് എൻറിച്ച്ഡ് ഹിന്ദുസ്ഥാനി മ്യൂസിക് വാസ് ഹിസ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ താൻസൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഈ പറയുന്ന ദർബാർ രാഗ. ദ വർക്ക് സംഗീത രത്നാകരം ഓതേർഡ് ബൈ Saranghadevan on the 13th century was the important contribution of medieval India to music. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ മ്യൂസിക് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തത് വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിലാണ്. കർണാടിക് മ്യൂസിക് ഓഫ് സൗത്ത് ഇന്ത്യ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേർഷ്യൻ ആൻഡ് അറബിക് മ്യൂസിക് ഡ്യൂറിങ് ദ വിജയനഗര റൂൾ. ഇനി ആർക്കിടെക്ചറും പെയിൻറ്റിങ്ങും എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയത്? അതായത് ആർക്കിടെക്ചർ ആൻഡ് പെയിൻറ്റിങ് അറ്റൈൻ പ്രോഗ്രസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. ഇറ്റ് ഈസ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ് ദാറ്റ് ദ ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ വന്നു. എന്താണ്? ദ്രാവിഡ, നഗര, ഇൻഡോ പേർഷ്യൻ.
അപ്പോൾ ഏതൊക്കെയാണ് ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ദ്രാവിഡ, നഗര, ഇൻഡോ പേർഷ്യൻ ഇതാണ് പറയേണ്ടത്. ഇനി ബ്ലെൻഡിങ് ഓഫ് ഡിഫറൻസ് കൾച്ചറൽ സ്റ്റൈൽ, പല കൊത്തുപണികൾ സംയോജിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നതും ഈ കാലഘട്ടത്തിലാണ്. സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഏജ്, ദ പെയിൻറ്റിങ് സ്റ്റൈൽ ദാറ്റ് കെയിം ഇൻ ടു വേക്ക് ഡ്യൂറിങ് ദിസ് മുഗൾ പീരീഡ് ഇസ് നോൺ ആസ് മിനിയേച്ചർ പെയിൻറ്റിങ്സ്. അതുപോലെ തന്നെ ഇക്കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു പെയിൻറ്റിംഗ് രീതിയാണ് മിനിയേച്ചർ പെയിൻറ്റിങ്. ദിസ് ഈസ് ദ സ്റ്റൈൽ ഓഫ് ഡ്രോയിങ് പിക്ചേഴ്സ് ലൈക്ക് ദ പിക്ചർ ഇൻ ബുക്ക്. വളരെ ചെറുതായിട്ട് ഒരു പുസ്തകത്തിൽ എങ്ങനെയാണോ ഒരു പിക്ചർ വരക്കുന്നത് ഒരു ചെറിയ രൂപത്തിൽ, അങ്ങനെ വരക്കുന്ന രീതിയാണ് ഈ മിനിയേച്ചർ പെയിൻറ്റിങ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെയും പേർഷ്യൻ സ്റ്റൈലും കൂടി ചേർത്തിട്ടാണ് ചെയ്തിരുന്നത്. മുഗൾ എംപറർ ഹുമയൂൺ കോണ്ടാക്റ്റഡ് പേർഷ്യൻ ആർട്ടിസ്റ്റ് ആൻഡ് മിർ സയ്യിദ് അലി ആൻഡ് അബ്ദു സമദ് were brought to his court. അപ്പോൾ ഇവരെ ഹുമയൂൺ 2 പേർഷ്യൻ ആർട്ടിസ്റ്റിനെ, മിർ സയ്യിദ് അലിനെയും അബ്ദു സമദിനെയും ഇതിനായിട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ മുഗൾ സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ് വാസ് ഡെവലപ്ഡ് ബൈ ദം. ഇതിലൂടെ മുഗൾ പെയിൻറ്റിങ് സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ് വന്നത് ഈ പേർഷ്യൻ ആർട്ടിസ്റ്റിൻ്റെ ലൂടെയാണ്. പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഓർഗനൈസ്ഡ് ഇൻ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാർഖാനാസ് എന്നാണ് പറയുന്നത്. അവിടെ പെയിൻറ്റിങ് മത്സരങ്ങളൊക്കെ നടന്നിരുന്നു. ആരുടെ കാലഘട്ടത്തിലെ? അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ. പല സെക്ഷനിൽ നിന്നും നല്ല നല്ല പെയിൻറ്റേഴ്സ് ഇതിൽ പങ്കെടുത്തിരുന്നു. എന്തൊക്കെയാണ്? സ്റ്റോറീസ് ഓഫ് മഹാഭാരത were completely compiled into a series of painting called Roznama by Daswant, who lived during the period of Akbar. അതുപോലെ മഹാഭാരതത്തിലെ കഥകളെല്ലാം തന്നെ ഒരു സീരീസായിട്ട്, പെയിൻറ്റിങ് സീരീസായിട്ട് ചെയ്തത് റോസ്നാമ. അതിന് പറയുന്ന പേരാണ് റോസ്നാമ. അത് ദസ്വന്താണ് ചെയ്തത്. അതാരുടെ കാലഘട്ടത്തിലാണ്? അക്ബറിൻ്റെ കാലഘട്ടത്തിൽ. ഇന്ത്യൻ സബ്ജക്റ്റ് ആൻഡ് നാച്ചുറൽ സീൻസ് ഗ്രാജുവലി ബിക്കെയിം ദ തീംസ് ഓഫ് പെയിൻറ്റിങ്. അപ്പോൾ എന്തൊക്കെയാണ്? നാച്ചുറൽ സീൻ, പ്രകൃതിയും അതുപോലെ ഇന്ത്യയിലെ പാരമ്പര്യവും ഇതൊക്കെയാണ് പെയിൻറ്റിങ്ങിൻ്റെ തീമായിട്ട് വന്നത്. ദ പെയിൻറ്റേഴ്സ് ഓഫ് ദ പീരീഡ് ഹു ഷോഡ് ദെയർ പ്രൊഫിഷ്യൻസി ഇൻ ഡ്രോയിങ് ദ പിക്ചേഴ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ്. മൃഗങ്ങളെയും പക്ഷികളെയും വരക്കുന്നതിലും അവർ വളരെയധികം പ്രാതിനിധ്യം കാണിച്ചിരുന്നു. The quality of paintings increased considerably during the reign of ജഹാംഗീർ. ജഹാംഗീർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലും പെയിൻറ്റിങ്ങിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. അത് വളരെയധികം പെയിൻറ്റേഴ്സ് ഈ കാലഘട്ടത്തിലെ പെയിൻറ്റിങ്സുമായിട്ട് ചെയ്യുവാനായിട്ട് എത്തിയിരുന്നു. അതുപോലെ ബിഷാൻ ദാസ് ആൻഡ് അബ്ദുൾ ഹസൻ were the greatest painters of this period. അതുപോലെ തന്നെ മറ്റൊരു പെയിൻറ്റർ കല്യാൺ ദാസ് വാസ് ദ പെയിൻറ്റർ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഷാജഹാൻ. അപ്പോൾ ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിൽ ഉള്ള പെയിൻറ്റിങ്ങിന് വന്നിരിക്കുന്ന ആർട്ടിസ്റ്റും അതുപോലെ ഷാജഹാൻ്റെ കാലഘട്ടത്തിലെയും ഇതൊക്കെ പ്രത്യേകം ഓർത്ത് പഠിച്ചിരിക്കുക. ദേ വർ ഗ്രൂപ്പ്സ് ഓഫ് പെയിൻറ്റേഴ്സ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. ദേ വർ ഫ്രം മെനി പാർട്ട് ഓഫ് ഇന്ത്യ സച്ച് എസ് ഗുജറാത്ത്, കാശ്മീർ, ഡെക്കാൻ. പല പ്രദേശങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള പെയിൻറ്റേഴ്സ് ഇവരെത്തിയിരുന്നു. ദെയർ പെയിൻറ്റിങ്സ് വർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ റെസ്പെക്റ്റീവ് റീജിയണൽ സ്റ്റൈൽ. അവരുടെ പ്രാദേശിക തലത്തിലുള്ള കല അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്തു. ദെയർ പെയിൻറ്റിങ്സ് വർ ബേസ്ഡ് ഓൺ ദ തീംസ് ഓഫ് ദ പുരാണാസ് ആൻഡ് സ്റ്റോറീസ് ഓഫ് ബോത്ത് ഇന്ത്യ ആൻഡ് പേർഷ്യ. അപ്പോൾ ഇവരിവിടെ പെയിൻറ്റ് ചെയ്തത് ഇന്ത്യയിലെ പുരാണങ്ങളിൽ നിന്നും മാത്രം, സ്റ്റോറികളിൽ നിന്നും മാത്രമല്ല, പേർഷ്യൻ പാരമ്പര്യത്തിൽ നിന്നും അവർ അവരുടെ കഥകളൊക്കെ പെയിൻറ്റിംഗ് ആയിട്ട് അവതരിപ്പിച്ചിരുന്നു. ദ വാൾ പെയിൻറ്റിങ്സ് ഓഫ് ദാറ്റ് ടൈം വെർ ഓൾസോ റിമാർക്കബിൾ. വളരെയധികം കേൾവി കേട്ടതാണ് അക്കാലഘട്ടത്തെ ചുവർ പെയിൻറ്റിംഗ് എല്ലാം. ദ വാൾ പെയിൻറ്റിംഗ് ഓൺ ദ തഞ്ചാവൂർ ടെമ്പിൾ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ദ ചോളാസ് were the important features of medieval painting. തഞ്ചാവൂർ ക്ഷേത്രത്തിലുള്ള വാൾ പെയിൻറ്റിങ്സൊക്കെ ഇതിനൊക്കെ വളരെ, ചോളന്മാരുടെ കാലഘട്ടത്തിലെ വാൾ പെയിൻറ്റിങ്സൊക്കെ ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ രാജസ്ഥാനി സ്റ്റൈൽ വാസ് അനദർ സ്റ്റൈൽ ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഇപ്പോൾ പെയിൻറ്റിങ്ങിൽ മറ്റൊരു സ്റ്റൈലാണ് രാജസ്ഥാനി സ്റ്റൈല്. അതായത് എന്താണ് രാജസ്ഥാനി? ട്രഡീഷണലും മുഗൾ സ്റ്റൈലും കൂടി ചേർത്തിട്ടുള്ള പെയിൻറ്റിങ്. ഇറ്റ് വാസ് ദ കോമ്പിനേഷൻ ഓഫ് ട്രഡീഷണൽ മുഗൾ സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ്. അതുപോലെ കൾച്ചറൽ സിന്തസിസ്, അങ്ങോട്ട് 2 കൾച്ചറും തമ്മിലുള്ള മിശ്രണം. ഷെയ്പ്ഡ് ഇൻ ദ മിഡീവൽ ഇന്ത്യ
ബ്രോട്ട് മെനി ചേഞ്ചസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ് ഇങ്ങനെയുള്ള സാഹിത്യ അല്ലെങ്കിൽ സാംസ്കാരിക സമ്മേളനം. ഇനി ഗ്രേറ്റസ്റ്റ് മോഡൽ ഓഫ് ദിസ് സിന്തസിസ് വെർ ദിൻ ഇലാഹി ആൻഡ് സിക്കിസം എമേർജ് ഫ്രം എമംഗ് ദ പീപ്പിൾ. അപ്പോൾ ഇങ്ങനെ മതം, ദിൻ ഇലാഹി എന്ന മതവും അതുപോലെ സിഖ് മതവും ഒക്കെ ആളുകളുടെ ഈ സാംസ്കാരിക സിന്തസിസിലൂടെ ഉണ്ടായതാണ്. ദ ന്യൂ സ്റ്റൈൽസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർക്കിടെക്ചർ, പെയിൻറ്റിങ്, ലിറ്ററേച്ചർ, മ്യൂസിക് എൻറിച്ച് ദ മിക്സഡ് കൾച്ചർ ഓഫ് ഇന്ത്യ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇന്ത്യയിലും ഒരു മിശ്ര സംസ്കാരം ഉണ്ടായി. പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് regions of India, followers of different religion and institution did make their contribution to this cultural synthesis. അപ്പോൾ ഈ കൾച്ചറൽ സംയോജനത്തിന് പല പ്രദേശത്തിലുള്ള ആളുകൾ, മതവിശ്വാസികൾ അല്ലെങ്കിൽ പല സ്ഥാപനങ്ങൾ, ഇതൊക്കെയാണ് അതിന് കാരണമായത്. ഇനി ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷഫിൾ ചെയ്തിട്ടാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് ആൻസർ പറയാം. എഴുത്തച്ഛൻ മലയാളത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് എഴുത്തച്ഛൻ. അപ്പാർ തമിഴ്, അതുപോലെ തന്നെ അമോഘ വർഷ എന്ന് പറഞ്ഞാൽ കന്നഡയിലാണ്. അതുപോലെ വർണ്ണന പണ്ഡിറ്റ്, അദ്ദേഹം മറാഠിയാണ്. ഇനി എങ്ങനെയാണ് ഉറുദു ലാംഗ്വേജ് വന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പേർഷ്യയും ഹിന്ദിയും ഭാഷയും തമ്മിലുള്ള റിലേഷൻഷിപ്പിലൂടെയാണ് വന്നത്. ഒരു വൺ വേർഡ് ചോദ്യം അത് കണ്ടപ്പോൾ ഇട്ടു എന്ന് മാത്രം. അപ്പോൾ ഇനി ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. അടുത്ത ടോപ്പിക്കുമായി ഉടനെ എത്താം. താങ്ക് യു.